വേറെന്തെങ്കിലും ഇന്നേ വരെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഒരു പൊട്ടോ ചാന്തോ എന്തിനെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? എത്ര ആള് ചോദിച്ചിട്ടുണ്ട്. ഉത്തരയും ചെമ്പേരി തറവാട്ടിലെ കുട്ടിയല്ലേ, തമ്പുരാട്ടി പോലെ നടന്നൂടെന്നൊക്കെ. ഞാൻ അതിന്റെ വിഷമം കൊണ്ട് നടന്നോ? വേലക്കാരിയെന്ന് നിത്യേന ഒരു 100 വട്ടം എന്റെ മനസ്സിനോട് ഞാൻ പറയുന്നുണ്ട്. എനിക്കൊരു കൊതിയും ഇല്ല, ആരും എനിക്കൊന്നും തരവും വേണ്ട. കുറച്ച് കരഞ്ഞോട്ടെന്ന് വെച്ച് വിട്ടു തന്നാ ഞാൻ. ഇനി മതി. എന്റെ സങ്കടം ബാലേട്ടനും അറിയില്ല. ബാലേട്ടന് അമ്മയുണ്ട്, അമ്മ ബാലേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഇല്ലാത്തവരുടെ വിഷമം മനസ്സിലാവില്ല. എന്നിട്ട് നിന്നെ എപ്പോഴാ എനിക്ക് മനസ്സിലാവാതെ പോയിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടില്ല അമ്മേ. പിഴച്ച തള്ളക്ക് എന്തിനാ ബലിയിടണെന്ന് ചോദിക്കണ എനിക്കറിയില്ല, നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ. എന്തായാലും എന്നെ പറ്റ തള്ളയല്ലേ, ഒന്ന് ബലിയിട്ടോന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴൂ. ഇല്ല, അമ്മയ്ക്ക് ബലിയിടേണ്ടത് തന്റെ അവകാശം. ബാലേട്ടൻ എന്താ അവകാശം ഉണ്ടെന്ന് ഇവിടെ നിന്നങ്ങ് പറഞ്ഞ പോരെ? എന്തിനാ ഇപ്പൊ ഇത് തടഞ്ഞിട്ട്? എന്ത് ലാഭാ കിട്ടണത്? ചെയ്യിക്കില്ല, അത്ര തന്നെ. ഞാൻ എന്റെ അമ്മയെ ഓർത്ത് കരഞ്ഞ അത്ര നേരം പണിയെടുത്തില്ലെങ്കിലോ? അത് തന്നെയാ മനസ്സില്. ഞാനിങ്ങനെ നടന്നോളാം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാണ്ട്. ചാകണ വരെ ജോലി എടുക്ക, ചത്താ തന്നെ ആർക്കെന്താ? ചത്ത എനിക്ക് കുഴപ്പമുണ്ട്. താൻ നാളെ അമ്മയ്ക്ക് ബലിയിടും. സത്യം തന്നെ ഞാൻ കൊണ്ടുപോവാം. അതിനെ വിട്ടിട്ട് വേണ്ടേ? തമ്പുരാൻ അറിയണ്ട. ആൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോഴേക്കും നമുക്കിങ്ങെത്താം. അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കൂട്ടിമുട്ടിച്ച് ഒച്ച ഉണ്ടാക്കാൻ ജാനുവച്ചിയോട് പറഞ്ഞാൽ മതി. താൻ അതിനകത്തുണ്ടെന്ന് കരുതിക്കോളും. എങ്ങാനും അറിഞ്ഞാല്? അറിയില്ല, ഞാൻ കാലത്ത് വരാം. താ റെഡിയായി നിന്നു. എന്റെ കരച്ചില് നിർത്താൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലോ. അല്ല, പറ്റിക്കോ? ഒന്നങ്ങ് തരും ഞാൻ. വിഷമം മാറിയോ? ഞാൻ പോട്ടെ, തിരക്കുണ്ടാവും. ഇങ്ങനെ പോണ്ട, ഒന്ന് ചിരിച്ചിട്ട് പോയാ മതി. സങ്കടം വന്നതിന്റെ മുകളില് അപ്പൊ തന്നെ ചിരിക്ക? എനിക്കറിഞ്ഞൂടാ, ഞാൻ പോവാ. എന്നെ പറ്റിച്ച പിന്നെ ഒരിക്കലും ഞാൻ മിണ്ടില്ല. ബാക്കിയുണ്ടെങ്കിൽ അവിടെ ഇടായിരുന്നില്ലേ? ഞാനൊന്ന് കണ്ണു വലിച്ചുപോയി. ജാനുവച്ചിയുടെ ക്ഷീണം കണ്ടിട്ടാ ഞാൻ കിടന്നോളാൻ പറഞ്ഞ. കിടന്നു, കാലത്ത് പോകേണ്ടതല്ലേ?
പേടിയാവുക. കൊണ്ടുപോവാന്ന് ബാലേട്ടൻ പറഞ്ഞപ്പോ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ പുലർച്ചയ്ക്ക് മുമ്പേ പോവുമല്ലേ? തമ്പുരാന്റെ കറക്കം കഴിഞ്ഞു വരുമ്പോഴേക്കും 8 മണിയാവും. ഒന്നും അറിയില്ല. തമ്പുരാൻ തന്നെ കാണുന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കൊടുത്താ ദേഷ്യം മുഴുവൻ ബാലേട്ടനോടായിരിക്കും. ഒക്കെ കൂടി ഓർത്ത ഒന്നും നടക്കില്ല. പറ്റുമെങ്കിൽ ഇപ്പൊ പോവുക. അല്ലെങ്കിൽ പിന്നൊരിക്കലും അമ്മയ്ക്ക് ബലിവെക്കലുണ്ടാവില്ല. പോവല്ലേ? പൊയ്ക്കോ. ദൈവം കാത്തോളും മോളെ. കൃഷ്ണ, ജാനുവേച്ചി, എന്തേ? പേടിക്കേണ്ട കാര്യമില്ലല്ലേ? പറഞ്ഞു പറഞ്ഞു പേടിക്കണ്ട. കിടന്നുറങ്ങ്. ജാനുവേച്ചി, ഞാൻ ഉറങ്ങി. ചോറെടുത്ത് എള്ളും പഴവും ചേർത്ത് ഉരുളയാക്കുക. പവിത്രമണിഞ്ഞ് പൂവും നീരും കൊടുക്കുക. അത്തം നക്ഷത്രസ്യ പാർവതീ നാമധേയസ്യ സോദരസ്യ പ്രേരസ്യ സ്വർഗലോക ഫലപ്രാപ്ത്യാർത്ഥം പിണ്ഡം കൽപ്പയാമി. ഇനി ആത്മാവിനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് പിണ്ഡം സമർപ്പിക്കുക. വളർന്നു അല്ലേ?
എന്ത് ധൈര്യത്തിലാണ് നീ വീട്ടിൽ നിങ്ങൾ എന്തായി കാണിച്ചത്? പോരുത്. പുരോഹിതനും പോണൂരും എനിക്ക് പ്രശ്നമല്ല, തോന്നുകളായി ഞാൻ. തമ്പുരാൻ, സ്വന്തം അമ്മയ്ക്ക് ബലിയിടുക എന്ന് പറഞ്ഞാൽ ധിക്കാരമൊന്നുമല്ല, അത് അവളുടെ അവകാശമാണ്. ചെമ്പേരി തമ്പുരാനെ അവകാശങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ മാത്രം വളർന്നോ ഒരു പാടത്തെ പണിക്കാരൻ? ന്യായം പറയാൻ ജോലി ഒരു തടസ്സമല്ല. എനിക്ക് തടയടാ, തടയടാ എന്നെ. പാടവരമ്പത്ത് നാൽക്കാലികൾക്കൊപ്പം കുഴിച്ചുമൂടി ഇവളുടെ അമ്മയ്ക്ക് ആചാരങ്ങളൊന്നും വേണ്ടാന്ന് വിധി എഴുതിയത് ഞാനാ. മാറ്റമില്ലാത്ത വിധിയാ അത്, അതിന് മാറില്ല. പാടി. തമ്പുരാനെ, ഇനി ഒരിക്കലും ഞാൻ ആവശ്യപ്പെടില്ല. തുടങ്ങി വെച്ചതല്ലേ, എന്റെ അമ്മയ്ക്ക് ഓരോരുള്ള ഉരുട്ടി വെച്ചോട്ടെ ഞാൻ. പാടി ഇങ്ങോട്ട്. തമ്പുരാൻ, അവളെ വിട്. അവളെ വിടാനാ പറഞ്ഞത്. നീ മാറി നിൽക്ക. ഇല്ല, ഈ കാണിക്കുന്ന തോന്നിയസ്ഥന് അച്ഛൻ കൂടി കാവൽ നിന്നാൽ എനിക്ക് അച്ഛനെയും കൂടി എതിർക്കേണ്ടി വരും. മാറാനാ നിന്നോട് പറഞ്ഞത്. അച്ഛൻ ഇതിൽ ഇടപെടണ്ട. തമ്പുരാനെ എതിർക്കണമെങ്കിൽ ആദ്യം നീ എന്നെ കൊല്ലണം. കൊല്ല്, 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 കൊല്ലാൻ. കുഞ്ഞപ്പാ, പറഞ്ഞു മനസ്സിലായി കൊടുത്തേക്ക്. ഇത് ആദ്യത്തേതോ അവസാനത്തേതോ ആയിരിക്കണം. ഇനി ഒരിക്കൽ ചെമ്പേരി തമ്പുരാന്റെ നിഴലിനെ പോലും തടയാൻ ഇവന്റെ തലവട്ടം കണ്ടുപോരുത്. കണ്ടാ കുഞ്ഞപ്പനെ അറിയാലോ. മരണത്തിനും അപ്പുറത്തേക്കും ഒരു ദൈവ അധികാരം വിധിച്ചിരിക്കുക ഒരേ ഒരാളേ ഉള്ളൂ, ചെമ്പേരി തമ്പുരാൻ.